പത്തനംതിട്ടയിൽ ഹാരിസൺ മലയാളം കമ്പനിയിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്ത 25 ഏക്കർ ഭൂമി റവന്യൂ വകുപ്പ് വീണ്ടും തർക്കഭൂമിയാക്കി മാറ്റുന്നു. സർക്കാർ കൈവശമിരിക്കുന്ന ഭൂമിയിൽ ഉടമസ്ഥാവകാശം ഉറപ്പിക്കാൻ റവന്യൂ വകുപ്പ് തന്നെ കോടതിയെ സമീപിച്ചതോടെയാണ് ഇത് വീണ്ടും തർക്കഭൂമിയായി മാറിയത്. പ്രത്യക്ഷത്തിൽ തന്നെ പിടിപ്പുകേട് വ്യക്തമാകുന്ന ദുരൂഹമായ നടപടിയാണ് റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കോന്നി അരുവാപ്പുലം വില്ലേജിലെ ചെളിക്കുഴിയിൽ സർവേ നമ്പർ 544/1 ഉൾപ്പെട്ട 17.23 ഏക്കർ, പെരുന്നാട് വില്ലേജിലെ 337/10 സർവേ നമ്പറിൽ ഉൾപ്പെട്ട 7.90 ഏക്കർ തുടങ്ങിയ സ്ഥലങ്ങൾ ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 2012 സർക്കാർ ഏറ്റെടുത്തത്. ഹാരിസൺ കൈവശപ്പെടുത്തുന്ന വിവിധ ഭൂമികളിൽ സർക്കാർ ഉടമസ്ഥാവകാശം ഉറപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് 2 മാസം മുൻപ് റവന്യൂ വകുപ്പ് സബ് കോടതിയിൽ ഹർജി നൽകി. ഇതോടെയാണ് സർക്കാർ ഏറ്റെടുത്ത മിച്ച ഭൂമികളും തർക്കഭൂമിയായി മാറിയത്. പത്തനംതിട്ട ജില്ലയിൽ മാത്രം 25 ഏക്കർ തർക്കഭൂമിയായി മാറി. സംസ്ഥാന വ്യാപകമായി ഇത്തരം തട്ടിപ്പിന് വഴിയൊരുങ്ങുന്നുണ്ടോ എന്ന സംശയവും ഉയരുന്നുണ്ട്. ഏറ്റെടുത്ത ഭൂമി പിന്നെയും ഒരു കേസിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വീഴ്ചയല്ല. അത് അറിവില്ലായ്മയാണോ എന്താണെന്ന് അറിഞ്ഞൂടാ. അവരത് സൂക്ഷിക്കാതെ അങ്ങനെ എഴുതിയതാണോ അതോ ഡെലിബറേറ്റ് ആണോ ഒന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷെ അത് ചെയ്തത് ശുദ്ധ അസംബന്ധമാണ്. അരുവാപ്പുലത്തെ മിച്ചഭൂമിയിൽ ജയിൽ വകുപ്പ് നിർമ്മാണം ആരംഭിക്കാനിരിക്കെയാണ് റവന്യൂ വകുപ്പിന്റെ നടപടി. 1982 വൈത്തിരി ലാൻഡ് ബോർഡ് സംസ്ഥാനത്തെ 800 ഏക്കറോളം ഹാരിസൺസ് ഭൂമി സർക്കാർ ഭൂമിയാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിനെതിരെ കമ്പനി നിയമയുദ്ധം നടത്തിയെങ്കിലും 2012 ആഗസ്റ്റിൽ ഹൈക്കോടതി സർക്കാരിന് അനുകൂലമായി വിധിച്ചു. ഇതനുസരിച്ച് പത്തനംതിട്ട, കൊല്ലം, ഇടുക്കി ജില്ലകളിലായി 534.53 ഏക്കർ ഭൂമി അളന്നു തിരിച്ച് സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു. ലെവിൻ കെ വിജയൻ, മീഡിയ 1, പത്തനംതിട്ട.